ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് മുഖത്തെ രോമ വളർച്ച, അതുപോലെ തന്നെ മുഖത്ത് വന്നിരിക്കുന്ന കറുത്ത പാട്, കരിവാളിപ്പ്, സൺ ടാൻ. ഇതൊക്കെ മാറാൻ വേണ്ടി സഹായിക്കുന്ന ഒരു കിടിലൻ ഫേസ് പാക്കാണ്. ഒരു ഫേസ് പാക്ക് കൊണ്ട് തന്നെ ഒരുപാട് യൂസാണ് ഉള്ളത്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് വീഡിയോ കാണാം. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് കസ്തൂരി മഞ്ഞളാണ്. കസ്തൂരി മഞ്ഞൾ നിങ്ങളുടെ അടുത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ ഉണക്കി പൊടിച്ച മഞ്ഞൾപ്പൊടി ആയാലും മതി. ഒരിക്കലും നിങ്ങൾ കറികളിൽ യൂസ് ചെയ്യുന്ന പ്രിസർവേറ്റീവ്സ് എല്ലാം ആഡ് ചെയ്ത മഞ്ഞൾപ്പൊടി മുഖത്തേക്ക് ആഡ് ചെയ്യരുത്. ഒന്നെങ്കിൽ നിങ്ങൾ കസ്തൂരി മഞ്ഞൾ എടുക്കുക, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഉണക്കി പൊടിച്ച മഞ്ഞൾപ്പൊടി എടുക്കുക. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് പഞ്ചസാരയാണ്. ഒരു ടീസ്പൂണിൽ കുറച്ച് പഞ്ചസാര എടുത്താൽ മതി. അതിലേക്ക് നമ്മൾ പാലും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക. പാൽ എന്ന് പറഞ്ഞാൽ തിളപ്പിക്കൊന്നും ചെയ്യാത്ത പച്ചപ്പാലാണ്. അതൊരു 2 ടീസ്പൂണോളം പാലും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ആ പഞ്ചസാരയും പാലും അതുപോലെ തന്നെ മഞ്ഞളും നന്നായി ഒന്ന് ഡിസോൾവ് ആകുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ ഒരു മിക്സ്ചറിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് 1 ടീസ്പൂണോളം കടലമാവാണ്. കടലമാവും കൂടി ഇട്ടിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ അത് നമ്മുടെ നല്ലൊരു ഫേസ് പാക്കിൻ്റെ കൺസിസ്റ്റൻസി ആയിട്ട് കിട്ടും. പിന്നെ ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ആഴ്ചയിൽ 2 പ്രാവശ്യം മാത്രം യൂസ് ചെയ്താൽ മതി. പിന്നെ നിങ്ങൾ ഈ കടലമാവ് ഇട്ടിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് ഇതൊരു ഫേസ് പാക്ക് ഒട്ടും തന്നെ കട്ടയൊന്നും ഇല്ലാണ്ട് നല്ല സ്മൂത്ത് ആയിട്ടുള്ള പേസ്റ്റായിട്ട് വേണം നിങ്ങളിത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളിത് മുഖത്തേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും വെയിലത്തൊന്നും ഇറങ്ങാത്ത സമയത്ത് വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ചെറിയൊരു പണിയും കൂടിയുണ്ട്. ഒരു നല്ലൊരു പാത്രത്തിൽ, അതായത് നിങ്ങൾ കുക്കിങ്ങിനൊന്നും ഉപയോഗിക്കാത്ത ഒരു പാത്രത്തിൽ ഇത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കുക. ഭയങ്കരമായിട്ട് ചൂടാവുകയൊന്നും ചെയ്യേണ്ട. ഒന്ന് ഫ്ലെയിം കത്തിക്കുക. അതിനുശേഷം അതൊന്ന് ചൂടാവില്ല, അതായത് കുറച്ച് മാത്രം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അതൊരു തള വരും. ആ ഒരു തള വരുന്ന സമയത്ത് നിങ്ങൾ ഓഫ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ ഒരു ചെറിയ ചൂടുണ്ടാവുമല്ലോ, നല്ല ചൂടിലൊന്നും അങ്ങ് മുഖത്തേക്ക് തേക്കരുത്. ഇത് വേറൊരു പാത്രത്തിലേക്ക്, നമ്മൾ ആ ചൂടാക്കിയ പാത്രത്തിൽ നിന്നും വേറൊരു നമ്മൾ നേരത്തെ തയ്യാറാക്കിയ പാത്രത്തിലേക്ക് തന്നെ മാറ്റി കൊടുത്തിട്ട് ഒന്ന് ചൂടാറിയതിന് ശേഷം നിങ്ങൾ ഈ രോമെല്ലാം, നിങ്ങളെ മുഖത്ത് രോമെല്ലുള്ള ഭാഗത്ത് ആയിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് മസാജ് ചെയ്ത് തേച്ച് കൊടുക്കുക. ഫേസ് കംപ്ലീറ്റ് നിങ്ങൾക്കിത് തേക്കാം. നിങ്ങൾക്ക് രോമം റിമൂവ് ചെയ്യേണ്ട എവിടെ നിന്നല്ലാന്ന് വെച്ചാൽ അവിടെയെല്ലാം നിങ്ങളിത് തേച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായി ഡ്രൈ ആകുന്നത് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. നന്നായി ഡ്രൈ ആയതിനു ശേഷം നിങ്ങളുടെ രോമ വളർച്ചയുടെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇത് ഇതേപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അതായത് ഉണങ്ങിയതിന് ശേഷമാണ് കേട്ടോ, നന്നായി ഡ്രൈ ആവണം. ഡ്രൈ ആയതിന് ശേഷം നിങ്ങൾ രോമ വളർച്ചേൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇതിങ്ങനെ ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾ വെള്ളത്തിൽ കഴുകിക്കളയുക. നിങ്ങൾ ചെറിയ ചെറിയ രോമെല്ലാം അപ്പം തന്നെ പൊഴിഞ്ഞു പോവും. അതുപോലെ തന്നെ നല്ല നിറവും തിളക്കവും വരാൻ വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്യുന്നേരം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെയിലത്തൊന്നും ഇറങ്ങാത്ത സമയത്ത്, വൈകുന്നേരങ്ങളിൽ പുറത്തൊന്നും പോകണ്ട, ഇനി വീട്ടിൽ തന്നെ ഇരിക്കുന്നുള്ള സമയങ്ങളിൽ മാത്രം ഇത് ട്രൈ ചെയ്യുക. കാരണം മഞ്ഞളിട്ടിട്ട് നമ്മൾ വെയിലത്ത് പോവരുത്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ ചെയ്ത് നോക്കുക. വൈകുന്നേരങ്ങളിൽ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. മുഖത്തെ രോമ വളർച്ച ഇല്ലാണ്ടാവാനും മുഖം നല്ല നിറവും തിളക്കവും വരാനും എല്ലാം സഹായിക്കുന്ന നല്ലൊരു ഫേസ് പാക്കാണ്. എല്ലാവരും ട്രൈ ചെയ്തതിന് ശേഷം റിസൾട്ട് അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.